ട്രിപ്പിൾ ഓം ശാന്തി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതാണ് നമുക്ക് സംസ്കാരമായിട്ട് മാറുക. സ്ഥിരമായിട്ട് എന്തൊക്കെ ചെയ്യും? സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങൾ, സ്ഥിരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മണക്കുന്നുണ്ടെന്നൊക്കെയാ. അതൊക്കെ കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് സംസ്കാരമായിട്ട് മാറും. ഇപ്പൊ നമുക്കൊരു വൃശ്ചിക മാസം, ധനു, മകരം എന്നൊക്കെ പറയുമ്പോൾ കുറെ ഹിന്ദു വിഭാഗത്തില് കുറെ സ്വാമിമാര് അതുപോലെ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സമയം നോർമൽ. പിന്നെ അതേപോലെ ബി കേസ് ആണെങ്കിൽ അവരുടെ കർമ്മം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തില്, പുരുഷാർത്ഥത്തില് ആയിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ് കൊണ്ടാവാം സംഭവം, ഒരു സെക്കൻഡ് കൊണ്ടാവേണ്ട കാര്യം, പക്ഷെ ഉയർത്തിക്കൊണ്ടിട്ട് പെട്ടെന്ന് ആവേണ്ട സംഭവം. അപ്പൊ അതിനുള്ളൊരു ശ്രമം, അപ്പൊ അതൊരു സംസ്കാരം. ഇതിങ്ങനെ ഞാൻ ഇടയ്ക്കാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യമായിട്ടാണോ? അല്ല, എല്ലാ കല്പത്തിലും ചെയ്യുന്ന. അപ്പൊ ഇതെനിക്കൊരു സംസ്കാരമായി മാറി. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണ്ടേ, ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും ശരി, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു എന്ന് മുഴുവനായിട്ട് ഇപ്പൊ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാനിത് റെക്കോർഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കും. മോശമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കും. കൂടുതലും ഞാൻ അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലും പറയാ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ സംസാരിച്ചു. ഇതില് നമുക്ക് യൂട്യൂബില് വലിയൊരു ചതി നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നതുണ്ട്. സ്മെല്ല് ഒരു കാരണവശാൽ നമുക്കിപ്പോ അതിനുള്ള സാധ്യതകൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും പറയുന്നില്ല. നമുക്ക് എന്താണോ അതാത് സ്ഥലങ്ങളിലുള്ള സ്മെല്ല്, അതിനി ഭാവിയിൽ ഈ വീഡിയോ വഴി കാണുമ്പോൾ അവിടുത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ കൂടെ ഇപ്പൊ എന്താ പറയാ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം. അതൊരു ഭാഗം ആയിക്കോട്ടെ, സംഭവിക്കട്ടെ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോ സാമ്പാറിന്റെ ആ വീഡിയോ കാണുന്നതോടൊപ്പം ആ സാമ്പാറിന്റെ മണം കൂടെ കിട്ടുമ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ തോന്നുമല്ലോ. അതേപോലെ ആത്മീയമായ ഒരു കാര്യം പറയുമ്പോൾ ആളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് അതിന്റെ ഒരു വൈബ്രേഷൻ, ശാന്തി, സ്നേഹം, സുഖം, അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷന് അതിന്റെ ഒരു സ്മെല്ലുണ്ട്, അതിനൊരു സ്മെല്ലുണ്ട്. അത് പറഞ്ഞാൽ തിരിച്ചറിയാം, വളരെ സൂക്ഷ്മമായ സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജി, ഇതിന് സ്മെല്ലുണ്ട്. നെഗറ്റീവ് എനർജിക്ക് സ്മെല്ലുണ്ട്, 5 വികാരത്തിന് സ്മെല്ലുണ്ട്, എല്ലാത്തിനും സ്മെല്ലുണ്ട്, ദുഷിച്ച സ്മെല്ലുണ്ട്. പക്ഷെ ഈ ഗുണങ്ങൾക്കാണെങ്കിലോ ശുദ്ധമായ സ്മെല്ലുണ്ട്. അത് വളരെ മൈന്യൂട്ടായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. വൈബ്രേഷൻ ആയിട്ടാണ് കുറെ അധികം ആൾക്കാർക്ക് അറിയാൻ പറ്റുക, നല്ല വൈബ്രേഷൻ ആണല്ലോ, നല്ല വൈബ്രേഷൻ. പക്ഷെ അത് സ്മെല്ലുണ്ട്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥകളുണ്ടായാലും അതില് ഫസ്റ്റത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ വളരെ ശാന്തമായ സംസാരം, എന്തൊക്കെ വന്നാലും അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു വൈബ്രേഷൻ തന്നെയാണ്. അത് ഒരു ഇന്ദ്രിയത്തിലൂടെ തിരിച്ചറിയും. അടുത്ത തന്നെ മൂക്കിലൂടെ തിരിച്ചറിയാൻ പറ്റിയ സ്മെല്ലുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അത് അനുഭവിക്കാൻ അതിന് അതിന്റെ സ്ഥലത്ത് വരണം. പക്ഷെ ശാസ്ത്രം അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടെത്തിയാൽ അത്രയും നല്ലത്. നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയുമ്പോ എന്റെ ഒരു വൈബ്രേഷൻ എന്തായാലും ഉണ്ടല്ലോ. 10 ആളെങ്കിൽ 10 ആൾ പോട്ടെ, 5 ആൾ കാണുന്നുണ്ടല്ലോ. 5 ആൾ കാണാന്ന് പറഞ്ഞാൽ അതില് കമന്റും വരുന്നുണ്ട്. എന്നിട്ട് ഇടയിലൊരു കമന്റ്, കുറച്ച് മുന്നത്തെ ഒരു കമന്റ്, അതിന്റെ കാര്യം പറഞ്ഞു, ഏതാ സ്വാമി അടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു കമന്റ് ഉണ്ടായിരുന്നിട്ട്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ ഈ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട പല വിധത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതാ സ്വാമി അടിച്ചത്? അതേതടിച്ചാലെന്ത്? ഈ ചോദിക്കുന്ന ആളുടെ തറവാട്ടൊന്നുമല്ലല്ലോ. ഏതോ അടിച്ചോട്ടെ. ഇപ്പൊ ഞാൻ ഏതാ അടിച്ചെന്ന് ചോദിക്കുവാണെങ്കിൽ ഏതോ അടിച്ചോട്ടെ, നിങ്ങളുടെ തറവാട്ടിൽ നിന്നാണോ, നിങ്ങളുടെ മാതാപിതാക്കൾ വാങ്ങി തന്നാണോ, ഏതെങ്കിലും അടിച്ചോട്ടെ എന്ന് അത്രയും ചിന്തിച്ചാൽ പോലെ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിന്നാല് ചിലപ്പോൾ വിഷമമാവും. അപ്പൊ പിന്നെ ഒരു കമന്റ് ഇതേപോലെ നെഗറ്റീവ് കമന്റ് പറഞ്ഞാല്, ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകൾ നെഗറ്റീവായിട്ട് അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കുറവാണ്.
എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആളും കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 2-3 തവണയായിട്ട് ആൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. നെഗറ്റീവായിട്ട് കമന്റ് അടിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഇത്തിരി നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പച്ചയ്ക്കും പറയാം. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി കാണിക്കൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. നെഗറ്റീവ് അടിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ അത് നെഗറ്റീവായിട്ട് അടിക്കുമ്പോൾ നെഗറ്റീവായിട്ട് പറയാം. അതേ അതിന്റെ ഒരു ഇതുള്ളൂ. അല്ലാതെ പോസിറ്റീവിന്റെ ഉത്തരം കിട്ടണം, പോസിറ്റീവ് ഉത്തരം കിട്ടാൻ വേണ്ടി നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നെഗറ്റീവ് പറഞ്ഞാൽ ആ ആൾക്ക് എങ്ങനെ ഇനിയിപ്പോ ഏതൊക്കെ വിധത്തിൽ തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ അതിന് റിപ്ലൈ കൊടുത്താലും അത് നെഗറ്റീവിന്റെ തരത്തിലേക്ക് കിട്ടുമ്പോഴേ ഈ ആൾക്ക് അതിലൊരു സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ എന്തൊരു കമന്റ് ഉണ്ടായിരുന്നല്ലോ കുറെ മുന്നേ, അതിനകത്ത് 2 ഓർക്കണില്ല, നോക്കാം ഇനി ഏതെങ്കിലും ഇടയിൽ സംസാരിക്കാം. കമന്റ് ഒന്നുകൂടെ നോക്കട്ടെ. അപ്പൊ നമ്മളെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ചില വൈബ്രേഷൻസ്, ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ സംസാരിക്കുമ്പോൾ കാണുന്ന ഒറ്റ കാര്യം കുറച്ച് ആക്ഷൻസ്, അതുപോലെ കുറച്ച് ശബ്ദം. അത് നമ്മളിതിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ കേൾക്കുന്നൊരു ശബ്ദം, അതുപോലെ എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു ആക്ഷൻ, അതാണ് ഇപ്പൊ എൻ്റെ ഫേസിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് രണ്ടേ കാണാൻ കഴിയും, വൈബ്രേഷൻ. പിന്നെ ഗന്ധം. ഇത് നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് സത്സംഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് സത്സംഗം ചെയ്ത് ഒരു പ്രത്യേക അന്തരീക്ഷം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു യോഗം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. വേറെ സ്ഥലങ്ങൾ, അതായത് ഒന്നിച്ചിരുന്ന് ഒരേ കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അതൊന്നിച്ചിരുന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ ഇടയ്ക്ക് പോയത്, ഇവർ മൂവ്മെന്റ്സിന്റെ ഇടയ്ക്ക് പോയത്. പക്ഷെ അവര് അതിൽ നിന്ന് നമ്മള് ഡിറ്റാച്ച് ആക്കി. ഡ്രാമയിൽ നിന്ന് മംഗളുണ്ട്. ഞാനതും ഡിറ്റാച്ച് ആയപ്പോൾ ഞാനും കുറെ പഠിച്ചു. ഞാനും കുറച്ചും കൂടെ ശക്തിശാലിയാവുക തന്നെ ചെയ്തു. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് എനിക്ക് എന്റെ കുറെ കണക്കുകൾ തീർക്കാനുണ്ട്. അതൊക്കെ തീർത്തിട്ട് വരും. ബ്രഹ്മകുമാരീസ്, അഡ്വാൻസ്ഡ് ജ്ഞാനം, ഇത്രയും കുറെ കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ച് നല്ല സമ്പൽ സമൃദ്ധമായി വരും. പക്ഷെ ഈ സാധനമുണ്ടല്ലോ, ഗന്ധം തിരിച്ചറിയില്ല, വൈബ്രേഷൻ. ശരിക്കും യോഗ ചെയ്ത് കഴിഞ്ഞാല് ഓപ്പൺ ആയി കിട്ടും. ബാബ ഓരോ ഇന്ദ്രിയങ്ങളും തുറന്നു തരാണ്. 5 ഇന്ദ്രിയങ്ങളുടെ 5 വികാരങ്ങൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിലും 7 ഗുണങ്ങളാൽ അറിയാൻ വേണ്ടിയിട്ട് 5 ഇന്ദ്രിയങ്ങൾ തുറന്നു തരാണ്. ഈ തുറന്നു തരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സെൻസ് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവർക്കും കഴിയും. അവർ ഏത് രീതിയിൽ വരുന്നോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ സാഹചര്യം, ഇനി വരാൻ പോകണം സമയം, അതിനനുകൂലമായ സാഹചര്യമല്ലേ നമ്മളിൽ നമ്പർ 1 ആവാൻ ബാബ നിശ്ചയിച്ചിട്ടുള്ളവർ, നമ്മളിൽ നമ്പർ 1 ആവാൻ ബാബ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യം വന്ന് ചേരുക തന്നെ ചെയ്യും. അത് വിനാശത്തിന്റെ തന്നെയാണ്. വിനാശത്തിന്റെ ആ ഒരു അവസ്ഥ വന്ന് ചേരുക തന്നെ ചെയ്യും. അപ്പം അവര് തീർച്ചയായിട്ടും അതാത് രീതിയിലേക്ക് മാറുക തന്നെ ചെയ്യും. അല്ലാത്തവരോ പഴയ പോലെ തന്നെ. പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടാവും. അല്ല, തെങ്ങുമെന്ന് ഇറങ്ങി മേലേക്ക് കയറാൻ തയ്യാറായിട്ടുള്ള വേറൊരു കൂട്ടരുണ്ട്. തയ്യാറാവുക തന്നെ സ്വയം ഒന്നും ആയതാവൂല. അതിങ്ങനെ സാഹചര്യ സന്ദർഭങ്ങളുടെ ഫലമായിട്ട് അവന് ആ ഒരു രീതിയിലേക്ക് ഡ്രാമ ബാബ സെറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതില് കമന്റ് നെഗറ്റീവ് അടിക്കുന്നവർക്കും പോസിറ്റീവ് അടിക്കുന്നവർക്കും, ഇപ്പൊ കമന്റ് അടിക്കാത്തവർക്കും കാണുന്നവർക്കും കാണാത്തവർക്കും നാളെ കാണാൻ ചാൻസ് ഉള്ളവർക്കും എല്ലാവർക്കും അവസരമുണ്ട്. എനിക്കും ഒരു അവസരമുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിച്ച വിധത്തിലുള്ള ഒരു സംഭവം ഒന്നുമല്ല മെഡിറ്റേഷൻ. ഇപ്പൊ അഡ്വാൻസ്ഡ് നോളജ് വഴി നമുക്ക് എടുക്കാം, ഏത് വഴി എടുക്കാം. ഒറ്റ ഉദ്ദേശമുള്ളൂ, ഞാൻ ആരുടേതാണ്, എവിടുന്നാ വന്നത്, എത്ര സ്വരൂപങ്ങളിലായിരുന്നു, അതേ രീതിയിൽ ഇത്ര സ്വരൂപം. അത് കൽപ്പ ആരൊക്കെ ഏത് രീതിയിലാണോ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല. സത്യത്തിൽ വന്ന് 9 ലക്ഷം പേര് അവരതേപോലെ തന്നെ. അതായത് അവസാനത്തിൽ വരുന്ന 33 കോടി പേര് അവരതേപോലെ തന്നെ. ഇത് അവരൊക്കെ മുതലേ വരുന്നേ ഉള്ളൂ. അവരതേപോലെ
കലിയുഗത്തിന്റെ ആദ്യം വരുന്നവരുണ്ടോ അവസാനം വരുന്നവരുണ്ടോ, അത് അതേപോലെ തിന്നു ഒരു മാറ്റവും ഇല്ല. എപ്പോഴും ശാന്തി.